ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷെ പലപ്പോഴും നമ്മളെ അത്യാവശ്യ ഘട്ടത്തിൽ രക്ഷിക്കുന്നത് പലതും വളരെ ചെറിയ മൂവുകളായിരിക്കും. അത് വളരെ ഓർത്ത് വെച്ചോണം. നമ്മൾ പഠിക്കുന്ന ഭയങ്കരമായ അതിഭീകരമായ, നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, മറിഞ്ഞൊക്കെ ചെയ്യണം, അതൊക്കെ കൂടുതലും നിങ്ങൾക്കറിയാമല്ലോ, റോപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ചെയ്യണത്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു റോഡിലൊരടി വരുമ്പോൾ, സ്ട്രീറ്റ് ഫൈറ്റ് വരുന്ന സമയത്തൊക്കെ ഇല്ലേ, തീർച്ചയായിട്ടും പ്രയോജനപ്പെടുക വളരെ ചെറിയ, വളരെ മൈന്യൂട്ട്, ഒരിക്കലും ചിന്തിക്കാത്ത മൂവുകളായിരിക്കും. ഈ മൂവുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ മൂവുകളൊക്കെ വർഷങ്ങളെടുത്ത് പഠിക്കുക, ചെറിയ മൂവുകളൊക്കെ കണ്ണിങ്ങായി പഠിക്കുക. ഈ തീയതി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കണ്ണിങ്ങായി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘമായും വിശദമായും നിരന്തരമായ പ്രാക്ടീസിലൂടെ പഠിക്കാമെന്നതിനർത്ഥം. അതായത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ കളരിപ്പയറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു നിയമമുണ്ട് അല്ലേ? കളരിപ്പയറ്റ് ബേസ് മുതൽ തുടങ്ങി ആയുധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ മർമ്മം പഠിക്കുക. അല്ലാതെ നേരിട്ട് ഇപ്പോൾ കളരി പഠിക്കാതെ മർമ്മം പഠിച്ച ഒരാശാൻ്റെ കൂടെ പഠിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ക്ലിയറായോ? അതായത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറയായിരിക്കും അതിനെ താങ്ങി നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ്. നീ പഠിച്ച ഒരാൾ, കളരിപ്പയറ്റ് പഠിച്ച ഒരാൾ കളരിപ്പയറ്റ് പഠിക്കാതെ മർമ്മം ചെയ്യുന്ന ഒരാളോട് പഠിച്ചാൽ ദിവസം എന്തായിരിക്കും അല്ലേ? 8ാം ക്ലാസ്സുകാരൻ ഡിഗ്രിക്കാരനെ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും. ഇതായിരിക്കും എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൈന്യൂട്ടായുള്ള മൂവ്മെൻറ്റുകൾ എന്തൊക്കെയുണ്ടോ ആ മൂവ്മെൻറ്റുകളൊക്കെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഉത്തരവാദിത്വപരമായി ധൈര്യമായി എവിടെയും കൊണ്ടു നടക്കാവുന്ന ചില കാര്യങ്ങൾ. നമ്മളതിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മളിപ്പോൾ കൈ ഒടിക്കുന്നൊരു മെത്തേഡാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആ പിടിക്കുന്ന കൈ കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മറ്റേ അറ്റാക്ക് നമുക്ക് തടുക്കാൻ പറ്റും. അതായത് ഒരു കൈ നമ്മൾ പിടിച്ചാൽ ആ കൈ കൊണ്ട് തന്നെ കൈയും കാലും എല്ലാം നിയന്ത്രിക്കുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ ഒരടി തട്ടുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത കൈ കണ്ടോ, വളരെ ഷോർട്ട് ഹാൻഡാണ് ചെയ്തത്. ആ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. വെറുതെ ഒരടിക്ക് എന്താ ചെയ്യാന്ന് നോക്കട്ടോ. ഇത് നമ്മളെ വളരെ ഷോർട്ടായിട്ട് ചെയ്യുന്ന കുറച്ചേറെ ട്രിക്കുകളാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബെസൽ വെച്ചൊരടി ഉണ്ടായിരുന്നു കൂട്ടിക്ക്, ഇത്ര ഇടയെ നമുക്ക് കിട്ടുള്ളൂ. കിട്ടി ഒരു ചെറിയ ഇട ഭാഗം. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി പോകുമ്പോൾ ലോങ് ഹാൻഡ്സ് പറ്റില്ല, ഷോർട്ട് ഹാൻഡ്സ് ആണ് പറ്റുക. ഇത് സാഹചര്യത്തിനനുസരിച്ച് ഗുരുക്കന്മാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇന്നിടത്ത് ഇങ്ങനെ ഒരു അടി വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. ഒരു ബസ്സിൽ നിൽക്കുക, നമ്മൾ കൈ ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലോക്കായി നിൽക്കും. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ കയറി വന്നാൽ ഈ കൈ വെറുതെ ഒന്ന് മേളിൽ പിടിക്കുന്ന കൈയെ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരെ വരില്ല. ക്ലിയറായോ? അതുപോലെ തന്നെ ഒരു ചെറിയ സ്പേസിൽ, വളരെ ഇപ്പോൾ ഒരു ബാത്റൂം സ്പേസിൽ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആയോധന കല നമുക്ക് ഉപയുക്തമാകുന്നതും അത് പ്രാക്ടിക്കൽ മാർഷൽ ആർട്സായി മാറുന്നതും. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.